ഹായ് ഹലോ ഇന്നത്തെ വ്ലോഗിൽ നമ്മളുടെ ഒരു ഫാമിലി യാത്രയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കീർത്തനയും ശരത്തും കുഞ്ഞും എല്ലാം ഉണ്ടായിരുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു സിംലയിലൊന്ന് പോകണമായിരുന്നു. സിംല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു തുണിക്കടയാണ് കേട്ടോ, കൊട്ടിയത്തുള്ളത്. അപ്പം അതിന് മുമ്പ് ഞങ്ങൾക്ക് ലുലു മാളിലും ഒന്ന് കയറണമായിരുന്നു. ലുലു മാളിൻ്റെ ആ ഒരു സെക്ഷനിലും കയറണമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ അറിയാമല്ലോ, അപ്പം എല്ലാവരും കൂടെ ഉള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കീർത്തനയും നിരഞ്ജനയും ശരത്തും കുഞ്ഞും സാറും അങ്ങനെയുള്ള സമയങ്ങൾ ഞങ്ങൾക്കിപ്പോൾ വളരെ കുറവാണ് കേട്ടോ. മിക്കവാറും ഒരാൾ തൂത്തുക്കുടിയിൽ, ഒരാൾ ചേർത്തലയിൽ, രണ്ട് മൂന്ന് പേര് ചാത്തന്നൂർ. അപ്പം ഇങ്ങനെയായിട്ട് സ്പ്ലിറ്റായി പോയി കേട്ടോ ഇപ്പം ഞങ്ങൾ. അപ്പം വല്ലപ്പോഴും കിട്ടുന്ന ഇത്തരം ഒരു സമയങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ പ്രഷ്യസാണ് കേട്ടോ. അപ്പം അങ്ങനെ ഉള്ള ഒരു ദിവസമാണിത്. അപ്പം അറിയാമല്ലോ, നിരഞ്ജനയുടെ കല്യാണമൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് എല്ലാ വിലയൊക്കെ ഒന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ സിംലയിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചത്. സാരികളുടെയൊക്കെ വിലയോ എല്ലാത്തിൻ്റെയൊക്കെ ഒന്ന് വില നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലെങ്കിൽ തൂത്തുക്കുടിയിൽ നിന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോക്കായിരുന്നു കേട്ടോ. കീർത്തനയും നിരഞ്ജനയും എൻ്റെ കൂടെ ഉള്ള സമയങ്ങളിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അവരാണ് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ്. ഏറ്റവും നല്ല എന്താ പറയുന്നത്, എന്നെ ശകാരിക്കുന്നതും എന്നെ സന്തോഷപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും എല്ലാം അവർ തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അവരുണ്ടെങ്കിലൊരു പ്രത്യേക വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉള്ളപ്പോൾ. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പം ഞാനതിനകത്ത് പുതുമയൊന്നും കാണുന്നില്ല. എല്ലാ അമ്മമാരും ഒരുപോലെ തന്നെയാണ്. അപ്പം ഞങ്ങൾ ദാണ്ടെ കൊട്ടിയത്തെ ട്രാഫിക് കുരുക്കിൽപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ദാണ്ടെ കയറാൻ പോകുന്നത് ലുലു മാളിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ലിഫ്റ്റിലാണ് മുകളിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഷോപ്പിംഗ് സെക്ഷനിലോട്ടൊക്കെ പോകേണ്ടത് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ദാണ്ടെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി കാണാൻ പോകുന്നത് ഞങ്ങളുടെ ലിഫ്റ്റിൽ കയറുമ്പോഴുള്ള ഞങ്ങളുടെ നിരഞ്ജനയുടെ ഒരു പ്രശ്നമാണ്. ദാണ്ടെ നിരഞ്ജനയ്ക്ക് തല കറങ്ങുന്നു, നിരഞ്ജന ദാണ്ടെ വീഴാൻ പോകുന്നു, നിരഞ്ജനയ്ക്ക് ദാണ്ടെ വെള്ളം കൊടുക്കുന്നു. അപ്പം ഇതാണ് നിരഞ്ജനയുടെ ഒരു പ്രശ്നം കേട്ടോ. നിരഞ്ജന ലിഫ്റ്റിൽ കയറിയാൽ അപ്പോഴേ നിരഞ്ജനയ്ക്ക് വൊമിറ്റിങ്ങും തലകറക്കവും ഒക്കെ വരും കേട്ടോ. നിരഞ്ജനയ്ക്ക് ഒരു ഇച്ചിരി ബാലൻസ് കുറവായിട്ട് വരും. പിന്നെ കുറച്ച് സമയമൊക്കെ നിന്ന് വെള്ളമെല്ലാം കുടിച്ച് നിരഞ്ജന സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദാണ്ടെ മുകളിലേക്ക് കയറിയപ്പോൾ ഹന ആദ്യം കണ്ടുപിടിച്ചത് ടോയ് ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഹനയ്ക്ക് അറിയാം, ഈ ലുലു മാളിൽ വരുമ്പോൾ ഹനയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ടോയ് ട്രെയിനാണ്. കാരണം അറിയാമല്ലോ, അവൾക്ക് വേറെ ഒരു അട്രാക്ഷനും ഇല്ല കേട്ടോ. അപ്പം ടോയ് ട്രെയിനിൽ കയറി കറങ്ങുക എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ. അങ്ങനെ ടോയ് ട്രെയിനിൽ കയറാനുള്ള ഇതൊക്കെ നോക്കുകയാണ്. ഡ്രൈവർ വന്നിട്ടുണ്ട്. അങ്ങനെ ഹന കയറി, കൂടെ നമ്മുടെ നിരഞ്ജനയും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരാൾക്ക് 100 രൂപയാണ്. പണ്ട് കുഞ്ഞുങ്ങൾക്ക് അവർ പൈസ എടുക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് കയറിയത്. പക്ഷേ ഇറങ്ങിയപ്പോൾ അവർ 200 രൂപ പറഞ്ഞു കേട്ടോ. എന്തായാലും സന്തോഷത്തിന് വേണ്ടിയല്ലേ. അങ്ങനെ അവർ ദാണ്ടെ ടോയ് ട്രെയിനിൽ ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ലുലു മാളിൽ പോകുന്ന സമയത്ത് ഈ ടോയ് ട്രെയിനിൽ ഞാനും കൂടെയാണ് കേട്ടോ ഹനയുടെ കൂടെ കയറുന്നത്. അപ്പം ആദ്യമൊക്കെ എനിക്കൊരു നാണക്കേടായിരുന്നു. പക്ഷേ പിന്നെ അതൊരു രസമായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും നോക്കും കേട്ടോ. അമ്മുമ്മയില്ലേ, അമ്മുമ്മയും കൊച്ചുമോളും, അത് ഇത്രയും ചെറിയൊരു ടോയ് ട്രെയിനിൽ കയറുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ചില അമ്മമാരൊക്കെ കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു പ്രചോദനമായി കാണും ഞാൻ ഇങ്ങനെ കയറുന്നത് അവർ കണ്ടതുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കുഞ്ഞുമായിട്ട് കയറിയാലും 100 രൂപയെ മേടിക്കത്തുള്ളൂ. ഇപ്പം കുഞ്ഞിന് അവർ പൈസ മേടിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവർ 200 രൂപയും ഞങ്ങളേന്ന് മേടിച്ചു ഗെയ്സ്. സാരമില്ല, ഹനയ്ക്ക് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദാണ്ടെ ലുലു മാളിൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നും, എന്തെടുക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. എങ്കിലൊന്നും എടുക്കത്തില്ല, വിലയൊക്കെ നോക്കി അങ്ങ് തിരിച്ചു വയ്ക്കത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ സീസണൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഓഫറും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കൊണ്ട് ഒന്ന് നടന്ന് എല്ലാം ഒന്ന് കണ്ടു എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തോളൂ. അപ്പോൾ ദാണ്ട് നമ്മളുടെ ആ ഒരു ലഗേജ് ബാഗിൽ കയറിയിട്ടുണ്ട്. അപ്പം അന്നു എവിടെ പോയാലും ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കും, ഈ വണ്ടിയിൽ കയറി ഇരിക്കും. ഇപ്പം ഞങ്ങൾ ഉന്തിത്തള്ളിയാണ് കൊണ്ടുപോകുന്നത്. അനുവിന് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ദേഷ്യം വരും. കാരണം അനുവിന് ഇതൊന്നും പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും കേട്ടോ ഞങ്ങൾ വന്നത് ഈ ഒരു ചിക്കൻ നഗറ്റ് എടുക്കാനാണ് കേട്ടോ. അപ്പം ഈ ഒരു ചിക്കൻ നഗറ്റ്സ് സാറ് കഴിച്ചതിന് ശേഷം സാറിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അന്ന് തൊട്ടേ സാറ് പറയുന്നുണ്ട് നമുക്കിത് മേടിച്ച് നമുക്ക് വറുത്ത് തിന്നാന്ന് കേട്ടോ. അപ്പം അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലുലു മാളിലോട്ട് വന്നത് തന്നെ. അങ്ങനെ ഇതിനകത്ത് നിന്ന് 2 പാക്കറ്റും എടുത്താണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്.
പിന്നെ കുറച്ച് ഡേറ്റ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നിരഞ്ജനയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. ഒരു ചോക്ലേറ്റിനകത്ത് മെൽറ്റ് ഒരു ചോക്ലേറ്റിനകത്ത് ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ച്, അപ്പം അതങ്ങനെ ഒരു കഴിക്കുന്ന ഒരു സംഭവം വാങ്ങിച്ചു കേട്ടോ. അത് നല്ല ഇഷ്ടമായിരുന്നു. അതിനകത്ത് ഒരു പീസിന് 20 രൂപയാണ്. നമ്മൾ 3 പീസ് മേടിച്ചു കേട്ടോ. അപ്പം അത് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാറിന് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ലുലു മാളിൽ വെച്ച് ഹന്നയുടെ കുറച്ച് കുരുത്തക്കേടുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇനി സിംലയിലോട്ടാണ് പോകേണ്ടത്. പക്ഷേ അതിന് മുമ്പ് ഞങ്ങൾക്ക് ഓരോ ഷാർജ കുടിക്കണമെന്ന് തോന്നി കേട്ടോ. അപ്പം സിംലയുടെ കുറച്ച് ഇപ്പുറത്തട്ട് കരിക്ക് എന്ന് പറയുന്ന ഒരു കടയുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഷാർജയാണ് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ കുടിക്കാറുണ്ട്. അപ്പം അവിടെ കയറി ഞങ്ങൾ ഷാർജ എല്ലാം കുടിച്ചു. ഹനയ്ക്ക് കരിക്ക് ഷേക്കാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ കരിക്ക് ഷേക്കാണ് ഹനയും കീർത്തനയും എല്ലാം കുടിച്ചത്. അപ്പം എനിക്ക് നമ്മളുടെ സാധാരണ ഷാർജ മതി കേട്ടോ, നല്ല ഐസ്ക്രീം ഷാർജ. അപ്പം ഞാനതും കഴിച്ചു. നിരഞ്ജന ഒരു ചോക്ലേറ്റ് ഷാർജയും കുടിച്ചു. അപ്പം ഷാർജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ്ടേ ഇനിയിപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ സിംലയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം സിംലയിൽ ചെന്നു. 1-2 സെക്ഷനിലേക്ക് ഞങ്ങൾ ഒന്ന് നോക്കി. സാരിയും ലാച്ചയും അതിൻ്റെയൊക്കെ ഒന്ന് വിലയൊക്കെ ഒന്ന് നോക്കി. കാരണം കല്യാണമാണ് വരുന്നത്. അപ്പം നമുക്ക് 1-2 ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയൊക്കെ വെച്ചു. 1-2 സാധനങ്ങളുമൊക്കെ എടുത്തു. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി കേട്ടോ. അപ്പം ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.